സൗണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 6:01. ശനിയാഴ്ച ഈ കാലത്ത് എവിടേക്കാണ് പോകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഈ സമയത്ത് പോകണം. ഈ സമയത്ത് നോർമലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ലേറ്റ് ആയി പോയാൽ മതി. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ പോകണം. എന്നാലാ ഇപ്പോൾ തന്നെ നല്ല സൂര്യൻ്റെ ഇതുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ചായ കുടിക്കാം. ചായ കുടിച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം അല്ലേ. അത് ചായ കുടിച്ചതിന് ശേഷം നമുക്ക് പാത്തുക്കളാം അല്ലേ. അതായിരിക്കും അതിൻ്റെ ഒരു ഉചിതം എന്ന് തോന്നുന്നു. നല്ല വെയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോയില്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയില്ല. കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പോകണോ വേണ്ടെന്നുള്ളൊരു ആലോചന ആയിട്ടുണ്ട്. ഇപ്പോൾ കുടിക്കുന്നത് ഒരു ടീ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമയത്ത് ഫുൾ ടൈം അവർ 24 hours ടീ ചായയൊക്കെ ഉണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് നമുക്ക് ടീ ടൈമിൽ പോയിട്ട് ചായ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കാരണം ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അവിടെ ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖവും കാണാം, ഇവിടെയും കാണാമല്ലോ. ഡ്രൈവിങ്ങിനൊരു ബുദ്ധിമുട്ട് വരണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇതാക്കിയത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 10-30 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ വെരി ഹാർഡ്. അപ്പോൾ ഈ ക്യാമറ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരാൾ കൂടി സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കായില്ല. അപ്പോൾ തന്നെ വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരു സുഖം കിട്ടില്ല. അപ്പോൾ എൻ്റെ ദുബായ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾ പറയണം. എൻ്റെ പോരായ്മകൾ എന്താണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ നമുക്കത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ വലിച്ചും പിടിച്ചും ഒക്കെയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയായിട്ട് പോകുന്നു കാര്യങ്ങൾ. പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ? നമുക്ക് ചായ ഓർഡർ ചെയ്യാൻ നമ്മൾ ചായയുടെ സ്ഥലം എത്താറായി. അതാണ് ടീ ടൈം. കാണുന്നുണ്ടോ ആയിരിക്കാം അല്ലേ. അപ്പോൾ ടീ ടൈം ചായ ഓർഡർ ചെയ്യാം. 2 മുട്ടയും ഓർഡർ ചെയ്യാം. അപ്പോൾ वालेकुम सलाम. और चाय एक 2 अंडा. 2 अंडा खाली? हाँ खाली अंडा. ഓക്കെ. അപ്പോൾ ആൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ആൻഡ് സീ. കാത്തിരുന്ന് കാണാം നമുക്ക് അല്ലേ. ഇവിടെ കുറേ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് സൗകര്യമൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പാട്. 5 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ. 300 ഇതിന് വേണമല്ലേ. വട്ടി ഓക്കെ. ചായ കിട്ടിയിട്ടുണ്ട്. 2 മുട്ടയും കിട്ടിയിട്ടുണ്ട്. മുട്ട അവരിങ്ങനെ പൊളിച്ചിങ്ങനെ തരും. പൊളിച്ച് തന്നിട്ട്
അങ്ങനെ എടുത്തിട്ട് ഹം ചെറിയ ചൂടുണ്ട്, അതാണ് കണ്ണിനൊക്കെ ഇടാൻ പറ്റുന്നത്. ആക്രാന്ന് പിടിച്ച് നിന്നിട്ട് അപ്പോൾ 2 മുട്ട കഴിച്ചിട്ട് വാങ്ങാൻ തീരുമാനിക്കണം. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാടോ. ആഹാ, കണ്ണിൽ നിന്നൊക്കെ പൊന്നിച്ച് കിടക്കുന്നുണ്ട് സൗണ്ട്. അപ്പോൾ കൊടുന്ന സ്ഥലം കലയാക്കാം അല്ലേ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടും ഭയങ്കര മടി. ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിക്കാന്ന് കൂടി ഉദ്ദേശത്തോടെ വന്നത് കേട്ടോ. ഓ ഹാൻഡ് ബ്രേക്ക് മടിയുണ്ടായില്ല. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് പടയ്ക്കാൻ പറ്റുമെന്നൊന്ന് നോക്കിയാണ്. അതിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം, അത്രേ ഉള്ളൂ. പോകാൻ ഭയങ്കര മടിയാവുന്നു. ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും ഒരു നേരമാവും. ഇപ്പം തന്നെ നല്ല വെയിൽ. സത്യം പറയാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ വൈകുന്നേരം ആയപ്പോൾ എന്ത് ചെയ്ത് അങ്ങോട്ട് ഉറക്കം ഉച്ചയായപ്പോൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പക്ഷേ ഭയങ്കര ഉറക്കം വന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ഉറക്കം ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നത്, നല്ല ഉറക്കം ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രി ഉറക്കം പറ്റുന്നില്ല. രാത്രി ഉറങ്ങാണ്ടായപ്പോൾ മൊബൈലിൽ ഞോണ്ടിക്കൊണ്ടിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സാധനം, ലാപ്ടോപ്പിൻ്റെ പുറകിൽ വെക്കുന്ന ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഒന്ന് നോക്കണം വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പുറകിൽ വെക്കുന്ന ലൈറ്റ് നല്ല രസമുള്ള. അപ്പോൾ അവിടേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിലേ, അപ്പം അത് ടെമോനോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പം അതിലിങ്ങനെ ഞരണ്ടി ഇങ്ങനെ കൊണ്ടിരുന്നിട്ട് കുറേ നേരം അതന്നെയായിരുന്നു പരിപാടി. ഞാൻ പോണില്ല കേട്ടോ, ഞാൻ പോണില്ല. ഭയങ്കര മടിയാവണമെങ്കിൽ ഉടമ്പരൊക്കെ പോയി തിരിച്ച് പോയിട്ട് നമുക്ക് വീഡിയോൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട്, രസമുണ്ടോ, ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ സിസ്റ്റത്തിലിടുമ്പോഴേ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഞാനത് നോക്കാൻ പോകുന്നു. അപ്പോൾ അടാറ് ട്രെയിലർ പോണ്ടല്ല ഫ്രണ്ടിൽ. ഇതാണ് നമ്മളുടെ ശരിക്കും കുറേ പേര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റുസേൽ റൗണ്ട് അബൌട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് സഹ്വാ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥമായ പേര്. സഹ്വാ ക്ലോക്ക് ടവർ. അപ്പോൾ അവിടെയാണ് ഗാർഡൻ ഉള്ളത്. അപ്പുറത്ത്
ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയി കണ്ടോ, പേട്ട എന്ത് പേട്ട. അപ്പോൾ അതാണ് കാര്യങ്ങൾ. വേറെ പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ സംസാര ശൈലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ദുബായിൽ പോയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ശരിക്കും പറയുന്നത് സത്യത്തിൽ അത് സക്സസ് ആയിരുന്നില്ല ശരിക്കും പറയണേ, ദുബായിൽ പോയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര, അതായത് നോമ്പിൻ്റെ തലേദിവസം ഉണ്ട്. നോമ്പിൻ്റെ തലേദിവസം ഞാനെന്ത് ചെയ്ത്, ഒരു ചായയല്ല, നോമ്പ് തുറന്നപ്പോൾ തന്നെ എന്ത് ചെയ്ത്, ഞാൻ ഇത് എന്തോന്ന്, നോമ്പ് തുറന്നപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം, അത് നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചായ കുടിച്ചോടുകൂടി തന്നെ എന്നൊരു സൗണ്ട് കേട്ടു. ഒരു ഭയങ്കര അസ്വസ്ഥതയായി. അപ്പോൾ ആ അസ്വസ്ഥത കാരണം ഞാനിങ്ങനെ പിന്നെ വിചാരിച്ച വേണ്ട, എന്തിനങ്ങനെ പറയുന്നത്. നോക്കിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആ അസ്വസ്ഥത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിറ്റേ ദിവസം നോക്കിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കൊളായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയും ഒരു ജാതി പനിയാ, ചുമന്ന് വെച്ചാൽ ഫ്ലൈറ്റിലേക്ക് എന്നിട്ട് ഇങ്ങനെ അങ്ങനെയായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ അത് അവിടെ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര മോശമായിരുന്നു. മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മര്യാദയ്ക്കൊന്നും നമുക്കൊരു ശാരീരികമായിട്ടുള്ള ഒരു സുഖം ഉണ്ടെങ്കിലല്ലേ മാനസികമായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നുള്ളൂ. ഒന്നാമതേ മടിയനാണ്, രണ്ടാമത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ല, തീർന്ന്. അപ്പം അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ അത്ര വലിയ ഇത് ആക്കാൻ നിന്നില്ല. എനിക്ക് വലിയ അങ്ങോട്ട് നല്ല സൗണ്ടൊക്കെ കേട്ടിട്ട് തോന്നുന്നുണ്ട്, എനർജി ഇല്ലാത്ത പോലെയായിരുന്നു. എന്നിട്ടൊക്കെ ഒന്ന് മരുന്നൊക്കെ വാരി വലിച്ചിട്ട് എന്നിട്ടൊക്കെ പോയത്. അളിയനൊക്കെ ചോദിക്കണ്ടായിരുന്നു, എന്താളിയ അങ്ങനെ ബോംബെയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പറഞ്ഞിങ്ങനെ നിർബന്ധിച്ച പോലെയൊക്കെ ചെയ്തത്. അത് ഇതിൽ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ അബുദാബിയിലൊക്കെ പോയിട്ടുള്ള വീഡിയോ, അത് അവിടെയൊക്കെ ശരിക്കും നല്ലൊരു രസമുണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ശരിക്കും എന്തോ ഒരു നല്ലൊരു എന്താണെന്നറിയില്ല, കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുള്ള അതെന്തോ എനിക്ക് അറിയില്ല. അബുദാബിയിൽ അവിടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ എന്തോ ഒരു സന്തോഷം. അത് ഇന്നാണ് കഴിഞ്ഞ ദിവസം ആരൊക്കെ പറയണ്ടായിരുന്നു, മമ്മൂട്ടി ആരൊക്കെ രണ്ടാമത്തെ വീടുന്നോ എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു പ്രത്യേക ഒരു സുഖം ഒരു രസമുള്ള ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞിട്ട് അത്രയധികം ആൾക്കാരുള്ളതായിരുന്നായിരിക്കും ചിലപ്പോൾ, മേ ബി അങ്ങനെ ഇരിക്കണം തോന്നുന്നു. കാരണം ഒരു പ്രത്യേക, അവരും അതേപോലെയാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളോടുള്ള ഒരു ഇത് സ്നേഹം അന്നും ഇന്നും അതിനെ ഒരു കാണിക്കുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഒമാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്ഥലമല്ല. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഏരിയയിലുള്ളൂ. അപ്പോൾ അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി എടുത്ത് ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിൽ തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 7 കിലോമീറ്റർ പോയിട്ടുണ്ട് ചായ കുടിക്കും. അതുപോലത്തെ അവസ്ഥ നമ്മുടെ അടുത്ത് ഉണ്ടില്ല എന്നല്ല, പക്ഷെ എന്തായാലും ഒരു 1.5 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ പോകണം. എന്നാലൊന്ന് നമുക്ക് പരിചയമുള്ള ആൾക്കാരൊന്ന് കാണാനും അടുത്തടുത്തൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൈസൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം പിന്നെ അവർ മൈനീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അത്ര വലിയൊരു സുഖം കിട്ടില്ല. എനിവേ
അപ്പോൾ അങ്ങനെ ഞാൻ പോയില്ല കേട്ടാ, ഞാൻ തിരിച്ചു പോന്നു. എനിക്കൊരു സുഖം തോന്നുന്നില്ല. കാരണം ഒരുമാതിരി ഇപ്പം തന്നെ ഭയങ്കര വെയിലായി കേട്ടാ. 6 കഴിഞ്ഞിപ്പോൾ അവിടെ പോയി നീന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാമർ പോകണതിൻ്റെ അല്ല, ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ അവിടെ എത്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവും. ഞാൻ പറഞ്ഞിരുന്ന ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാത്തതിൻ്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളിലെ കിടപ്പ്. ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു യാത്ര പോയി എന്ന് മാത്രമേ ഉള്ളൂ. യാത്ര പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ വന്നു, അതൊരു സമാധാനിക്കാൻ ആ ഒരു ചിന്തയാണ് ശരിക്കും പറയണത്. എനിക്ക് എവിടെയും ഒന്ന് കറങ്ങണം, ഒന്ന് ജസ്റ്റ് ഒന്ന് റോന്തൂറ്റണം. ഞങ്ങളങ്ങനെ പറയാം, റോന്തൂറ്റാന്ന് പറയും. ഒന്ന് കറങ്ങാൻ വേണ്ടി പറയുന്നത് ഉമ്മയൊക്കെ പറയാണ് പണ്ട്, റോന്തിട്ട് വന്നാ അത് ഓർന്ന് പെട്ടെന്ന് വന്നു. അപ്പോൾ അതാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോണിങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്താറായി. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് തന്നെ. അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ പാക്കണം, നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് എന്നെ തന്നെ ഒന്ന് ഞാൻ ട്യൂൺ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വലിയൊരു ഇൻസ്പിറേഷനാണ് എൻ്റെ ബ്രദർ. പുള്ളിക്കാരന് ഭയങ്കര എന്താ പറയുക, ആളെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര സമാധാനം. നമുക്കൊരാൾ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും വലിയൊരാളാണ് എൻ്റെ ബ്രദർ. പുള്ളിക്കാരൻ പറഞ്ഞ് ഇങ്ങനെ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് നിൻ്റെ ഇതിൽ സംസാരിച്ച് നോക്ക്, അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എയർ പിടിച്ചിട്ടൊന്നും സംസാരിക്കണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാണ്. അപ്പോൾ നോക്കി നോക്കാം.